അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോറൻസ് കർവാണ്. ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്, ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, നമ്മളിവിടെ കർവ് വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ഡ്രോ ചെയ്ത് നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന ഒരു കർവ് തന്നെയാണ് ലോറൻസ് കർവ്. ലോറൻസ് കർവ് മാക്സ് ഓ ലോറൻസ് എന്ന് പറയുന്ന എക്കണോമിക് സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ ലോറൻസ് കർവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇൻകം, വെൽത്ത് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൺട്രീസ്, ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പീരിയഡ് ഓഫ് ടൈമെല്ലാം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോറൻസ് കർവ് ഉപയോഗിക്കുന്നത്. ലോറൻസ് കർവിൽ നമ്മൾ ലോറൻസ് കർവ് അതേപോലെ ബിസിനസ് സ്റ്റഡീസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ, അതെല്ലാം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ലോറൻസ് കർവ് ചെയ്യുന്നതിന് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായിട്ട് നമ്മൾ വാല്യൂസ് മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു കർവ് കിട്ടും. ആ കർവാണ് നമ്മൾ ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യമായിട്ട് എക്സ് ആക്സിസിൻ്റെ വൈ ആക്സിസിൻ്റെ സെൻട്രൽ വരെ 0, 0 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് തൊട്ട് 100, 100 എന്ന് വരുന്ന ഒരു പോയിൻ്റ് വരെ നമ്മളൊരു ഡയഗണൽ ലൈന് നമ്മൾ ആദ്യം വരയ്ക്കും ഈ ലോറൻസ് കർവ് ചെയ്യുമ്പോൾ. ആ ലൈനിനെ പറയുന്ന പേരാണ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന്. ഓക്കെ, പിന്നെ ഇവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നോർമലായിട്ട് നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ ക്യുമുലേറ്റഡ് ഫ്രീക്വൻസി ഒക്കെയാണ് എടുത്തിരുന്നത്. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ വേരിയബിളിൻ്റെ ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായിട്ട് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ലോറൻസ് കർവ് നമ്മൾ ഇനീക്വാളിറ്റി ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ മെഷേഴ്സ് ഓഫ് എക്കണോമിക് ഇനീക്വാളിറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിക്സിലും നമ്മൾ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ആ രീതിയിലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലോറൻസ് കർവ് ഉപയോഗിക്കാറുണ്ട്. ലോറൻസ് കർവ് വരയ്ക്കുമ്പോൾ ഏത് ലൈനാണോ വരയ്ക്കുന്ന ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും കൂടുതൽ വേരി ചെയ്യുന്നത്, ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്രേറ്റർ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി ഹൗ ടു മെഷർ വേരിയബിലിറ്റി ഓർ ഇനീക്വാലിറ്റി ഫ്രം ദ ലോറൻസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ 0, 0 to 100, 100 എന്ന പോയിന്റിൽ നിന്ന് ഒരു ഡയഗണൽ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. അതാണ് നമ്മുടെ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ വേരിയബിൾ ക്യുമുലേറ്റഡ് ഫ്രീക്വൻസീസും കണ്ടുപിടിച്ചതിന് ശേഷം അത് എക്സിലും വൈയിലും മാർക്ക് ചെയ്തിട്ട് നമ്മൾ കർവ് വരയ്ക്കുന്നു. ഇവിടെ കർവ് വരച്ചതിന് ശേഷം if there is no concentration the curve will coincide with the line of equal distribution. അതായത് ഒരു ഗ്യാപ്പും ഇത് തമ്മിലില്ലെങ്കിൽ അതതിൻ്റെ ആ ലൈൻ വരുന്നത്, അതിൻ്റെ കർവ് വരുന്നത് ലൈനിൻ്റെ മുകളിൽ കൂടെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, there is no area, so there is no concentration. Okay, so the curve will coincide with the line of equal distribution. So in that case 5% of people have 5% of wealth, 30% of people have 30% of wealth. അതായത് എത്രയാണോ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് സെയിം ആണെന്ന് നമുക്ക് പറയാം എന്ന് അസ്യൂം ചെയ്യാം. ഇനി the more than Lorentz curve is always from the line of equal distribution, the greater is the inequality. അതായത് ലോറൻസ് നമ്മുടെ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം നമ്മുടെ കർവ് വിട്ട് നിൽക്കുന്നോ അതിനാണ് ഗ്രേറ്റർ ഇനീക്വാളിറ്റി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കർവ് വരയ്ക്കാമെന്ന് വയ്ക്കാം. if two curve of the two distributions are shown in the same Lorentz curve, സെയിം ലോറൻസ് പ്രസൻറ്റേഷനിൽ തന്നെ രണ്ട് കർവുകൾ വരച്ച രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ആണ് ഗ്രേറ്റർ ഇനീക്വാളിറ്റി എന്ന് നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാം. ഇനി പ്രൊസീജിയർ ഓഫ് ഡ്രോയിങ് എ ലോറൻസ് കർവ്, എങ്ങനെയാണൊരു ലോറൻസ് കർവ് നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ളത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ വായിച്ചാൽ മതി. നമ്മൾ അതിനൊരു പ്രോബ്ലം തുടങ്ങുമ്പോൾ നമുക്ക് പ്രൊസീജിയർ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ദ ഫോളോയിങ് ഫ്രീക്വൻസി ടേബിൾ പ്രസൻസ് ഇൻകം ഇൻ 100 ഏൺഡ് ബൈ 257 ഫാമിലീസ് ഇൻ എ ടൗൺ. അപ്പോൾ നമുക്ക് ഇൻകം തന്നിട്ടുണ്ട്, അതുപോലെ നമ്പർ ഓഫ് ഫാമിലീസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ലോറൻസ് കർവാണ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ ഇപ്പം ഈ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചല്ല ചെയ്യുന്നത്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ നമ്പർ ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് എന്ന് പറയുന്ന കേസ് എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസീസ് ആദ്യം ഇവിടെ എടുത്ത് എഴുതി 22, 78, 124, 24, 9 എഴുതി. അതിൻ്റെ ടോട്ടൽ 257. നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ട് 257 ഫാമിലീസ് അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു, കറക്റ്റായി. ഇനി ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുമ്പോൾ ഫസ്റ്റ് നമ്പർ അതേപോലെ എടുത്ത് എഴുതുക 22. ഇനി ക്രോസിന് ആഡ് ചെയ്യുക. 22 + 78 100. അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. 100 + 124 224.
224 plus 24, 248. 248 plus 9, 257. സോ ലാസ്റ്റ് നമ്പർ എന്ത് കിട്ടി? 257. ലാസ്റ്റ് നമ്പർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാം. അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ്. ഓക്കെ, സോ പെർസെൻറ്റേജ് എങ്ങനെ കാണാം? തന്നിരിക്കുന്ന നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. ഓക്കെ, സോ ദാറ്റ് ഈസ് 8.56. തന്നിരിക്കുന്ന നമ്പർ ഏതെവിടെ? 22 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏതാണ്? ടോട്ടൽ ഇസ് 257. സോ 22 ഡിവൈഡഡ് ബൈ 257 ഇൻറ്റു 100. അടുത്താണെങ്കിൽ 100 ഡിവൈഡ് ബൈ 257 ഇൻറ്റു 100. അങ്ങനെ നമുക്ക് 38.9. അതേപോലെ നമുക്ക് എല്ലാം കിട്ടും. ഇനി ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇത് നമുക്കിപ്പോൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യാനുള്ള കാര്യം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. നമ്മൾ എക്സ് ആക്സിസിലാണ് നോർമലായിട്ട് ഫ്രീക്വൻസീസ് മാർക്ക് ചെയ്യുക, വൈ ആക്സിസിലാണ് വേരിയബിൾസ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ വൈ ആക്സിസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇൻകം എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ചിലപ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലല്ല, ഡയറക്റ്റ് ആയിട്ട് തരികയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇത് ക്ലാസ് ഇൻ്റർവെൽ തന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ മിഡ് വാല്യൂസ് കാണണം. 0 to 10 മിഡ് വാല്യൂ 5, 10 to 50യുടെ മിഡ് വാല്യൂ 30, 50 to 200ൻ്റെ മിഡ് വാല്യൂ 125. അതേപോലെ നമ്മൾ അതിൻ്റെ മിഡ് വാല്യൂസ് ആദ്യം കാണണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇൻകം ക്യുമുലേറ്റഡ്, അതായത് തന്നിരിക്കുന്ന മിഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻകമാണ്. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റഡ് കാണണം. സോ അതിൻ്റെ ക്യുമുലേറ്റഡ് എങ്ങനെ കാണും? ഫസ്റ്റ് നമ്പർ അതേപോലെ എടുത്ത് എഴുതുക. 5 എഴുതി. 5 plus 30, 35. 35 plus 125, 160. 160 plus 350, 510. 510 plus 750, 1260. സോ ഇൻകമിൻ്റെ ടോട്ടൽ നമുക്ക് 1260 കിട്ടി. മിഡ് എക്സിൻ്റെ ടോട്ടൽ നമുക്ക് 1260 ആയിരുന്നു. സോ ഇത് ചെയ്തത് കറക്റ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഇൻകം ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ് ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, സോ 5 ഡിവൈഡഡ് ബൈ 1260 ഇൻറ്റു 100. അങ്ങനെ ഓരോ നമ്പറും ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ക്യുമുലേറ്റഡ് പെർസെൻറ്റേജ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീക്വൻസി ക്യുമുലേറ്റഡ് അതായത് ഫസ്റ്റ് എഴുതിയ ടേബിളില്ലേ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജിനെ നമ്മൾ എക്സ് ആക്സിസിലും അതുപോലെ ഇൻകം ക്യുമുലേറ്റഡ് പെർസെൻറ്റേജിനെ നമ്മൾ വൈ ആക്സിസിലും മാർക്ക് ചെയ്യും. ഓക്കെ, സോ എക്സ് ആക്സിൽ വരച്ചു, നമ്മുടെ വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്തു. നമ്പർ ഓഫ് ഫാമിലീസ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്, അതുപോലെ വൈ ആക്സിസിൽ ഇൻകം ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. ഇനി എങ്ങനെ മാർക്ക് ചെയ്യും? ആദ്യത്തെ പോയിന്റിൽ 8.56ഉം 0.40യും. സോ 8.56 നമ്മൾ എക്സ് ആക്സിസിൽ നോക്കുക, 0.40 വൈ ആക്സിസിൽ നോക്കുക. രണ്ടും കൂടെ വരുന്ന പോയിന്റ് ഒരു മാർക്ക് ചെയ്യുക. അതുപോലെ ഈക്വലായിട്ട് ഓരോന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കർവ് വരയ്ക്കണം. ഈ കർവ് വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കണം, ഇല്ലേ? സോ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചതിന് ശേഷം ആദ്യം വരയ്ക്കേണ്ടത് ഡയഗണലായിട്ടൊരു ലൈനാണ്. അതായത് ഇവിടെ 0 പോയിന്റ് തൊട്ട് 100 പോയിന്റ് വരുന്നവരെ ഒരു ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുക, അത് ജോയിൻ ചെയ്യാം.